മുപ്ലിപ്പുഴ വറ്റി വരണ്ടതോടെ മറ്റത്തൂർ കാരിക്കടവ് ആദിവാസി കോളനിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. പുഴയിൽ കുഴിയുണ്ടാക്കി തെക്കിയെടുക്കുന്ന വെള്ളമാണ് ആദിവാസി കുടുംബങ്ങൾക്ക് ആശ്രയം. മറ്റത്തൂർ പോത്തൻചിറയിൽ കാട്ടാനകൾ ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു. സോളാർ വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടും പ്രശ്ന പരിഹാരമായില്ലെന്ന് ആക്ഷേപം. തൃപ്രയാർ തേവരുടെ എഴുന്നള്ളത്ത് ആനയായ ദേവസ്വം ബാലരാമൻ ചരിഞ്ഞു. വിട പറഞ്ഞത് തേവരുടെയും ഭക്തരുടെയും പ്രിയപ്പെട്ട ആന. കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് വ്യാപാര സ്ഥാപനം കത്തി നശിച്ച സംഭവത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം. അപകടാവസ്ഥയിലുള്ള പഴയ കെട്ടിടങ്ങൾ പരിശോധന നടത്തി നടപടി സ്വീകരിക്കാൻ മന്ത്രി AC മൊയ്തീന്റെ നിർദ്ദേശം. പാലേക്കര ടോൾ പ്ലാസയിലെ ഗതാഗതക്കുരുക്കുമായി ബന്ധപ്പെട്ട് നടത്തിവന്ന ബസ് സമരം പിൻവലിച്ചു. ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. ബദൽ നയത്തോടുകൂടിയുള്ള സെക്യുലർ സർക്കാർ രാജ്യത്ത് അധികാരത്തിൽ വരുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJP അധികാരത്തിൽ നിന്ന് ഒഴിവാക്കാൻ കോൺഗ്രസ് പര്യാപ്തമല്ലെന്നും മുഖ്യമന്ത്രി. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. വനത്തിലൂടെ ഒഴുകുന്ന മുപ്ലിപ്പുഴ വറ്റി വരണ്ടതോടെ മറ്റത്തൂർ പഞ്ചായത്തിലെ കാരിക്കടവ് ആദിവാസി കോളനിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി. പുഴയിൽ കുഴിയുണ്ടാക്കി അതിൽ നിന്ന് തെക്കിയെടുക്കുന്ന വെള്ളവും ആഴ്ചയിലൊരിക്കൽ ജനമൈത്രി പോലീസ് വാഹനത്തിൽ എത്തിച്ചു കൊടുക്കുന്ന വെള്ളവുമാണ് കോളനിയിലെ ആദിവാസി കുടുംബങ്ങൾക്ക് ആശ്രയം. മലയർ വിഭാഗക്കാരായ 16 കുടുംബങ്ങളാണ് കാരിക്കടവ് ആദിവാസി കോളനിയിൽ താമസിക്കുന്നത്. കുറുമാലിപ്പുഴയുടെ കൈവഴിയായ മുപ്ലിപ്പുഴയോരത്താണ് കോളനി സ്ഥിതി ചെയ്യുന്നത്. മറ്റത്തൂർ പഞ്ചായത്തിലെ വടക്ക് കിഴക്കേ കോണിലുള്ള ചൊക്കന വാർഡിൽപ്പെട്ട ഈ കോളനിയിൽ വേനൽ ആരംഭത്തോടെ തന്നെ പുഴയും കോളനിയിലുള്ള കിണറുകളും വറ്റിപ്പോകും. പിന്നെ പുഴയിൽ കുഴിയുണ്ടാക്കി അതിൽ നിന്ന് കോരിയെടുക്കുന്ന വെള്ളമാണ് ഇവർ ഉപയോഗിക്കാറുള്ളത്. വെള്ളം കിട്ടാനും ബുദ്ധിമുട്ട്, കുഴി കുത്തി ഞങ്ങൾ വെള്ളം എടുക്കണം. ഭയങ്കര ക്ഷാമമായി തീർന്നു വെള്ളത്തിന്. കാരിക്കടവ് കോളനിക്കാരുടെ ദുരിതം പരിഹരിക്കുന്നതിനായി 2 വർഷം മുൻപ് ജനമൈത്രി പോലീസ് പുതിയൊരു പദ്ധതി ഇവിടെ നടപ്പാക്കിയിരുന്നു. ജില്ലാ പോലീസിന്റെ കീഴിലുള്ള മെഴ്സി കോപ്സിന്റെ സഹായത്തോടെയായിരുന്നു കോളനിയിലെ ജലക്ഷാമത്തിന് പരിഹാരമുണ്ടാക്കാൻ പദ്ധതി ആവിഷ്കരിച്ചത്. ഇതിന്റെ ഭാഗമായി കോളനിയിലെ 2 കിണറുകളുടെയും ആഴം കൂട്ടുകയും ആൾമറ കെട്ടി സംരക്ഷിക്കുകയും ചെയ്തു. കിണറുകളോട് ചേർന്ന് മോട്ടോർ ഷെഡുകളും നിർമ്മിച്ചു. ഇവിടെ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം കോളനിയുടെ പ്രവേശന കവാടത്തിന് സമീപം ഉയരത്തിൽ നിർമ്മിച്ച ജലസംഭരണിയിലേക്ക് എത്തിച്ച് വിതരണം ചെയ്യാൻ സംവിധാനമുണ്ടാക്കി. 10,000 ലിറ്റർ സംഭരണശേഷിയുള്ള 2 ടാങ്കുകളാണ് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി കോളനിയിൽ സ്ഥാപിച്ചത്. ഇതിന്റെ ഭാഗമായി മുഴുവൻ വീടുകളിലും ടാപ്പുകളും സ്ഥാപിച്ചു. കഴിഞ്ഞ പ്രളയത്തിൽ കിണറുകളിലൊന്ന് പുഴവെള്ളം നിറഞ്ഞ് മലിനമാകുകയും മോട്ടോർ കേടുവരികയും ചെയ്തിരുന്നു. പ്രളയശേഷം കിണറുകൾ വൃത്തിയാക്കുകയും മോട്ടോറുകൾ നന്നാക്കി പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്തെങ്കിലും പതിവില്ലാത്ത വിധം ഇത്തവണ വേനൽ കടുത്തത് പുഴയും കിണറുകളും നേരത്തെ തന്നെ വറ്റിവരളാൻ കാരണമായി. കാരിക്കടവ് കോളനിയിൽ ഇതേപോലൊരു അവസ്ഥ ഇത് മുൻകാലത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും പറയുകയാണെങ്കിൽ. കാരണം ഇപ്പോൾ ഈ വർഷം ഈ വെള്ളപ്പൊക്കം ഇതൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ കാരിക്കടവ് കോളനി ആദിവാസികൾ തന്നെ കുടിവെള്ളത്തിന് വളരെ രൂക്ഷമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് ഉള്ള ഒരു സമയമാണ്. ഇപ്പോൾ ജനമൈത്രി പോലീസ് 2 ട്രിപ്പ് വെള്ളം കൊണ്ട് തരും. ആ വെള്ളം കൊണ്ടൊന്നും ഞങ്ങൾക്ക് ഈ 15 വീട്ടുകാർക്ക് തികയില്ല. അതിൻ്റെ പേരിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് ഞാൻ ഈ കാരിക്കടവ് ആദിവാസി കോളനിയിൽ ഇവിടുത്തെ ജനങ്ങളും ഉള്ള ആളുകളും കഴിയുന്നത്. കാരിക്കടവ് കോളനിയിലെ ജലക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണാൻ നടപടി ഉണ്ടാകണമെന്നാണ് ആദിവാസി കുടുംബങ്ങളുടെ ആവശ്യം. TCV കൊടകര. മറ്റത്തൂരിലെ മലയോര പ്രദേശമായ പോത്തൻചിറയിൽ കാട്ടാനകൾ ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു. പോത്തൻചിറ ഐപ്പൻപറമ്പിൽ കുന്നേൽ തോമസിന്റെ വീടിന് പുറകുവശത്തെ കൃഷിയിടത്തിലാണ് കാട്ടാനകളെത്തി കവുങ്ങുകൾ നശിപ്പിച്ചത്. ഇവരുടെ കൃഷിത്തോട്ടത്തിൽ കഴിഞ്ഞ 1 വർഷത്തിനിടെ 15ലേറെ തവണ കാട്ടാനകളിറങ്ങി കൃഷിനാശം വരുത്തിയിട്ടുണ്ട്. 20ലേറെ തെങ്ങുകളാണ് പലപ്പോഴായി ഇവിടെ ആനകൾ നശിപ്പിച്ചതെന്ന് വീട്ടുകാർ പറഞ്ഞു. എന്തെങ്കിലും ഒരു നടപടി ഇതിന് പ്രത്യേകമായിട്ട് ഗവൺമെൻറ് എടുക്കുക തന്നെ ചെയ്യണം. ഈ കാട്ടാന ശല്യത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. ഈ കാട്ടാന ഇങ്ങനെ വന്ന് എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ എവിടെ പോകും? ഞങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ ഇട്ടേച്ച് പോകാൻ പറ്റുമോ? ഞങ്ങൾക്ക് കുടുംബവും കാര്യങ്ങളൊക്കെ ഇല്ലേ? സർക്കാർ ഇതിന് വേണ്ട നടപടി എത്രയും വേഗം എടുക്കണമെന്നാണ് പറയുന്നത്. സമീപത്തുള്ള വാഴത്തോട്ടത്തിലും കാട്ടാനകൾ നാശമുണ്ടാക്കി. കവളയ്ക്കൽ സുബ്രൻ എന്ന കർഷകന്റെ വാഴത്തോട്ടത്തിലാണ് ആന നാശം വിതച്ചത്. പാട്ടത്തിനെടുത്ത സ്ഥലത്ത് സുബ്രൻ കൃഷി ചെയ്ത 500ഓളം വാഴകളിൽ 20 എണ്ണത്തോളം നശിപ്പിച്ചിട്ടുണ്ട്. ശേഷിക്കുന്ന വാഴകൾ വീണ്ടും കാട്ടാനയെത്തി നശിപ്പിക്കുമെന്ന ഭീതിയിലാണ് സുബ്രൻ. 500 വാഴ ഞാൻ വെച്ചതാ. അതിൽ ഇപ്പം എനിക്ക് കൊല്ലവെട്ടാനൊന്നും കിട്ടിയിട്ടില്ല. ഒക്കെ ആന നശിപ്പിച്ച് കളഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നഷ്ടപരിഹാരത്തിന് എഴുതി കൊടുത്തു. അത് ഇതുവരെ അതിൻ്റെ പൈസ കിട്ടി അങ്ങനെ യാതൊരു ഉണ്ടായിട്ടില്ല. ഈ മേഖലയിലെ ജനങ്ങൾ കാട്ടാനകളെ കൊണ്ട് പൊറുതിമുട്ടിയ അവസ്ഥയിലാണ്. ദിവസേനയെന്നോണം മേഖലയിൽ കാട്ടാനകൾ ഒറ്റയ്ക്കും കൂട്ടമായി എത്തി കാർഷിക വിളകൾ നശിപ്പിക്കുകയാണ്. കർഷകരുടെ നിരന്തരമായ പരാതിയെ തുടർന്ന്
ഫോറസ്റ്റ് അധികൃതർ ലക്ഷങ്ങൾ മുടക്കി വനാതിർത്തിയിൽ സോളാർ വൈദ്യുത വേലി സ്ഥാപിച്ചെങ്കിലും കാട്ടാനകളുടെ ശല്യത്തിന് കുറവുണ്ടായിട്ടില്ല. വേനൽ ചൂട് കടുത്ത് കാടുണങ്ങിയതോടെ വെള്ളവും തീറ്റയും തേടി കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് പതിവായിട്ടുണ്ട്. TCV ന്യൂസ്, കൊടകര. തൃപ്രയാർ തേവരുടെ എഴുന്നള്ളത്ത് ആനയായ ദേവസ്വം ബാലരാമൻ ചരിഞ്ഞു. തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു ആന ചരിഞ്ഞത്. ആന അസ്വസ്ഥത പ്രകടിപ്പിച്ചു തുടങ്ങിയപ്പോൾ വെറ്റിനറി ഡോക്ടർ ഗിരിദാസ് സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴാണ് മരണം സ്ഥിരീകരിച്ചത്. മാസങ്ങളായി ഊരകം ക്ഷേത്രത്തിനടുത്തുള്ള ദേവസ്വം പറമ്പിൽ ചികിത്സയിലായിരുന്നു. തൃപ്രയാർ തേവരുടെ പ്രിയപ്പെട്ട ആന ചരിഞ്ഞ വാർത്ത കേട്ട് നൂറുകണക്കിന് ആളുകളാണ് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മോഹനൻ, ഡെപ്യൂട്ടി കമ്മീഷണർ രാജേന്ദ്ര പ്രസാദ്, വിവിധ ക്ഷേത്ര സമിതി ഭാരവാഹികൾ, നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ്, മേള പ്രമാണിമാരായ പെരുവനം കുട്ടന്മാരാർ, പെരുവനം സതീശന്മാരാർ, ചെറുശ്ശേരി കുട്ടന്മാരാർ തുടങ്ങിയ ഒട്ടേറെ പേർ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. 30 വർഷത്തിലധികമായി പെരുവനം ആറാട്ടുപുഴ പൂരത്തിന് ബാലരാമൻ തേവരുടെ എഴുന്നള്ളിപ്പിൽ പങ്കെടുത്തു വരുന്നു. അതുകൊണ്ട് തന്നെ ഏറെ ഭക്തിയും ബഹുമാനവും ആദരവും നേടിയ ഗജശ്രേഷ്ഠനായിരുന്നു ബാലരാമൻ. തൃപ്രയാർ ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളും കാണാപ്പാഠമായിരുന്ന ബാലരാമന് ശിവേലി എഴുന്നള്ളിപ്പിന് പാപ്പാൻ ഇല്ലെങ്കിൽ പോലും ഭംഗിയായി ചടങ്ങുകൾ നിർവഹിക്കാൻ ആകുമായിരുന്നു. 3 പതിറ്റാണ്ട് കാലത്തോളം തേവരുടെ തിടമ്പേറ്റിയ ഗജരത്നം തൃപ്രയാർ ബാലരാമൻ പൂരപ്രേമികൾക്കിനി കണ്ണീരോർമ്മ. ആറാട്ടുപുഴ പൂരച്ചടങ്ങുകളിലും തൃപ്രയാർ തേവരുടെ നിത്യനിദാന ചടങ്ങുകൾക്കും വിഘ്നം വരുത്താത്ത വിശ്വസ്തനായിരുന്നു തൃപ്രയാർ ബാലരാമൻ. 1960 മെയ് 4 തൃപ്രയാർ ബാലരാമനെ ഉടമസ്ഥനായ അന്തിക്കാട് തണ്ടാശ്ശേരി വീട്ടിൽ രാമനാണ് തൃപ്രയാർ ക്ഷേത്രത്തിൽ നടയിരുത്തിയത്. നടയിരുത്തിയ ആനയ്ക്ക് ഉടമസ്ഥന്റെ പേരായ രാമനും ദേവസ്വം ഓഫീസറുടെ പേരിലെ ബാലനും ചേർത്ത് ബാലരാമൻ എന്ന പേര് സമ്മാനിച്ചു. 12ാം വയസ്സിൽ നടയിരുത്തിയ ആന തുടർന്നങ്ങോട്ട് ഭഗവാന്റെ വിശ്വസ്തനായി തുടർന്നത് പൂരപ്രേമികൾക്ക് ആനന്ദമേകുന്ന കാഴ്ചയായിരുന്നു. മകീരം പുറപ്പാട് മുതൽ ആറാട്ടുപുഴ ദേവസംഗമം കഴിഞ്ഞുള്ള ഉത്തരം വിളക്ക് ചടങ്ങുകളടക്കം തൃപ്രയാർ ബാലരാമന് മനപ്പാടമായിരുന്നു. മകീരം പുറപ്പാടിന്റെ 4ാം ദിവസം പടിഞ്ഞാറേക്കരയിൽ നടക്കുന്ന പൈനൂർ പാടത്തെ ചാലുകുത്തൽ ചടങ്ങ് തൃപ്രയാർ ബാലരാമന്റെ പ്രൗഢി വിളിച്ചോതും. കോതകുളം ആറാട്ട് കഴിഞ്ഞെത്തുന്ന തേവരുടെ സ്വർണ്ണക്കോലം വഹിച്ച തൃപ്രയാർ ബാലരാമൻ അവകാശികളായ കണ്ണോത്ത് തറവാട്ടുവക 1 സെന്റ് ഭൂമിക്ക് ചുറ്റുമായി ചാലുകുത്തുന്നത് കാണാൻ നൂറുകണക്കിന് ഭക്തരാണ് ഉണ്ടാകാറുള്ളത്. ശംഖനാദം മുഴങ്ങുന്ന നിമിഷം തൃപ്രയാർ ബാലരാമൻ മുന്നോട്ടാഞ്ഞ് തന്റെ കൊമ്പുകളാൽ 3 തവണ മണ്ണ് കുത്തിയെടുക്കുന്ന കാഴ്ച ഭക്തർക്ക് നൽകിയത് ആത്മാനുഭൂതിയായിരുന്നു. 2015 നടന്ന ചാലുകുത്തൽ ചടങ്ങിൽ തൃപ്രയാർ ബാലരാമൻ 4 തവണ മണ്ണ് കുത്തിയെടുത്തത് കൗതുക കാഴ്ചയായി. 2010 മാർച്ച് 22 ഗജരത്ന പട്ടം നൽകിയാണ് ഭക്തർ തൃപ്രയാർ ബാലരാമനെ ആദരിച്ചത്. ചികിത്സയിലൂടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സേവ് ബാലരാമൻ എന്ന പേരിൽ തൃപ്രയാറിൽ ക്യാമ്പയിൻ നടത്താനിരിക്കെ ഈ ഗജരാജൻ ഓർമ്മയായത് പൂരപ്രേമികളെ നൊമ്പരത്തിലാഴ്ത്തി. TCV ന്യൂസ്, തൃപ്രയാർ. കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് വ്യാപാര സ്ഥാപനം കത്തിനശിച്ച സംഭവത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം. അഗ്നിബാധയിൽ കെട്ടിടത്തിന്റെ മുൻഭാഗം പൂർണ്ണമായും തകരുകയും പുറകുവശം കത്തിനശിക്കുകയും ചെയ്തു. ഭാവന തിയേറ്ററിന് സമീപത്തെ കെട്ടിടത്തിലാണ് അഗ്നിബാധയുണ്ടായത്. ചൊവ്വന്നൂർ അയ്യപ്പത്ത് റോഡ് അപ്പുഞ്ഞന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. ഓടിട്ട കെട്ടിടം പൂർണ്ണമായും കത്തിനശിച്ചു. കെട്ടിടത്തിലെ പുറകുവശത്തു നിന്നാണ് തീ പടർന്നതെന്ന് കരുതുന്നു. തീ പിടിക്കുന്നതിന് മുൻപ് കടകളിൽ നിന്നും വലിയ ശബ്ദം കേട്ടതായി പറയുന്നുണ്ട്. ഫയർഫോഴ്സും കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള പുസ്തകങ്ങളാണ് കെട്ടിടത്തിലുണ്ടായിരുന്നത്. സ്റ്റോക്ക് ഉണ്ടായിരുന്ന പേപ്പറുകളും പുസ്തകങ്ങളും കത്തിനശിച്ചു. അപകടാവസ്ഥയിലുള്ള പഴയ കെട്ടിടങ്ങൾ സംബന്ധിച്ച് വിശദമായ പരിശോധനകൾ നടത്താൻ നഗരസഭാ സെക്രട്ടറിക്ക് മന്ത്രി AC മൊയ്തീൻ നിർദ്ദേശം നൽകി. കുന്നംകുളത്ത് പഴയ കെട്ടിടങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി നടപടികൾ സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പ് അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കലാമണ്ഡലം നിർവാഹക സമിതി അംഗം TK വാസുവും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. പാലിയക്കര ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ തുടർന്ന് ആമ്പലൂർ മേഖലയിലെ ബസ് ജീവനക്കാരും ബസ് ഉടമകളും നടത്തിവന്ന സമരം ജില്ലാ കളക്ടർ TV അനുപമയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് പിൻവലിച്ചു. ബസ്സുകൾ ഇന്ന് തന്നെ സർവീസ് ആരംഭിക്കും. ടോൾ പ്ലാസയിൽ പ്രത്യേക ട്രാക്ക് ഇല്ലാത്തതിനാൽ സ്വകാര്യ ബസ്സുകൾ അനുഭവിക്കേണ്ടി വരുന്ന ഗതാഗത കുരുക്കും അനുബന്ധ പ്രശ്നങ്ങളും നാഷണൽ ഹൈവേ അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടറുമായി അടിയന്തരമായി ചർച്ച നടത്തുമെന്ന കളക്ടറുടെ ഉറപ്പിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. നാഷണൽ ഹൈവേ അതോറിറ്റി, ടോൾ പ്ലാസ ജീവനക്കാർ, പോലീസ് എന്നിവരെ ഉൾപ്പെടുത്തി കളക്ടർ ഉടൻ യോഗം വിളിച്ചു ചേർക്കും. സ്വകാര്യ ബസ്സുകൾക്ക് പ്രത്യേക ട്രാക്ക് അനുവദിക്കുന്ന കാര്യം ഉൾപ്പെടെ യോഗത്തിൽ ചർച്ച ചെയ്യും. ടോൾ പ്ലാസയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനും ഇടപെടൽ നടത്തും. ടോൾ പ്ലാസയിലെ ഗതാഗത കുരുക്ക് തീരും വരെ ബസ് ജീവനക്കാരെ മത്സരയോട്ടത്തിന് നിർബന്ധിക്കില്ലെന്നും വരുമാനത്തിന്റെ കാര്യത്തിൽ കർക്കശ നിലപാട് സ്വീകരിക്കില്ലെന്നും ബസ് ഉടമകൾ വ്യക്തമാക്കി.
തൃശൂർ വാരന്തരപ്പള്ളി തൃശൂർ കല്ലൂർ റൂട്ടിൽ 65ഓളം ബസ്സുകളാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി മുതൽ സമരം തുടങ്ങിയത്. അനുരഞ്ജന യോഗത്തിൽ ADM റിജി പി ജോസഫ്, BMS ജില്ലാ സെക്രട്ടറി MK ഉണ്ണികൃഷ്ണൻ, ജില്ലാ ട്രഷറർ രാമൻ, ബസ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോയ്, ആമ്പലൂർ മേഖലാ ബസ് ഓണേഴ്സ് സെക്രട്ടറി ജോബി മഞ്ഞളി, ട്രഷറർ അബ്ദു എന്നിവർ പങ്കെടുത്തു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ബദൽ നയത്തോടുകൂടിയുള്ള സെക്യുലർ സർക്കാർ രാജ്യത്ത് അധികാരത്തിൽ വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വലപ്പാട് ചന്തപ്പടിയിൽ നടന്ന തീരദേശ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കോൺഗ്രസിന്റെ ഇന്നത്തെ ദയനീയ അവസ്ഥ BJPയെ അധികാരത്തിൽ നിന്ന് ഒഴിവാക്കാൻ തടസ്സമാകില്ല. ബദൽ നയത്തോടുകൂടിയുള്ള സെക്യുലർ ഗവൺമെന്റിനായാണ് ഇടത് പ്രസ്ഥാനങ്ങൾ നിലകൊള്ളുന്നത്. മതനിരപേക്ഷമാണെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് അതിനെ പിന്തുണയ്ക്കുകയല്ല ചെയ്യുന്നത്. വർഗീയതയെ എതിർക്കുന്നുവെങ്കിൽ മതനിരപേക്ഷതയിൽ ഊന്നി നിന്നുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് കൈക്കൊള്ളാൻ കഴിയണം. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം BJP തകരും. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സ്ഥിതിഗതികൾ വെച്ചുകൊണ്ട് ബദൽ നയത്തോടുകൂടിയ ഒരു സെക്യുലർ ഗവൺമെന്റ് അധികാരത്തിൽ വരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ആ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യേണ്ട നാട് നമ്മുടെ കേരളമാണ്. രാജ്യത്തിന്റെ അതിർത്തി പോലെ സംരക്ഷിക്കേണ്ടതാണ് കടൽ തീരവും. ഇക്കാര്യത്തിൽ സഹായിക്കേണ്ട കേന്ദ്ര സർക്കാർ ദുരന്തത്തിൽ പോലും സഹായം നൽകിയില്ല. എന്നാൽ ബദൽ നടപടികൾ സംസ്ഥാന സർക്കാരിന് സ്വീകരിക്കാനായി. തീരമേഖലയിൽ വിവിധ പദ്ധതികൾക്കായി 3000 കോടി രൂപയാണ് വരും മാസങ്ങളിലായി സർക്കാർ ചിലവഴിക്കുക. പ്രളയകാലത്തെ രക്ഷാപ്രവർത്തനത്തിലൂടെ നമ്മുടെ സ്വന്തം സൈന്യമായി മാറിയ മത്സ്യത്തൊഴിലാളികൾക്ക് എന്തുതന്നെ നൽകിയാലും അത് അധികമാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വൈക്കോലിൽ തീർത്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശില്പം രാജേഷ് പുളിക്കൽ അദ്ദേഹത്തിന് ഉപഹാരമായി സമ്മാനിച്ചു. ഗീതാ ഗോപി MLA അധ്യക്ഷയായിരുന്നു. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ മണ്ഡലം ലോക്സഭാ സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ്, CN ജയദേവൻ MP, KP രാജേന്ദ്രൻ, മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ, VS സുനിൽകുമാർ, MLA മാരായ K രാജൻ, ET ടൈസൺ, പ്രൊഫസർ KU അരുണൻ തുടങ്ങിയവർ സംസാരിച്ചു. TCV തൃപ്രയാർ. ആലത്തൂർ ലോക്സഭാ മണ്ഡലം വികസനത്തിന്റെ കാര്യത്തിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് പിന്നോട്ടു പോയെന്ന് ആരോപിച്ച് പിറകിലേക്ക് നടന്ന പ്രചാരണം നടത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. തലശ്ശേരിയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ സനൂപും നിഷാദുമാണ് ആലത്തൂർ മുതൽ കുന്നംകുളം വരെ പിറകോട്ട് നടക്കുന്നത്. പിറകോട്ട് നടത്തം ചൊവ്വാഴ്ച കുന്നംകുളത്ത് സമാപിക്കും. 10 വർഷം തിരികെ പിടിച്ച് മുന്നോട്ടു പോകാൻ മാറ്റം ആവശ്യമാണെന്നാണ് ഇവരുടെ പക്ഷം. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ കോർഡിനേറ്ററായ രമ്യ ഹരിദാസ് ആലത്തൂരിൽ മത്സരിക്കുന്നതിനാലാണ് ഇത്തരമൊരു പ്രചാരണം ഇവർ നടത്തുന്നത്. പിന്നോട്ട് നടത്തിപ്പിന് ആശംസകളുമായി AICC സെക്രട്ടറി ഉമ്മൻചാണ്ടി എത്തി. DCC സെക്രട്ടറിമാരായ ജോണി മണിച്ചിറ, TA രാധാകൃഷ്ണൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് ചെറിയാൻ, OBC കോൺഗ്രസ് ജില്ലാ ചെയർമാൻ T ഗോപാലകൃഷ്ണൻ എന്നിവർ ഉമ്മൻചാണ്ടിയോടൊപ്പം പിന്നോട്ട് നടത്തത്തിൽ പങ്കുചേർന്നു. പിറകിലേക്ക് നടക്കുന്ന പ്രവർത്തകർക്ക് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിൽ സ്വീകരണം നൽകി. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തയിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയായ കൂറ്റനാട് തെക്കേ വാവന്നൂർ പൊട്ടക്കുഴിയില്ലത്ത് കൃഷ്ണൻ നമ്പൂതിരി ചുമതലയേറ്റു. കഴിഞ്ഞ ദിവസം രാത്രി അത്താഴപൂജയും തൃപ്പുകയും കഴിഞ്ഞ ശേഷമായിരുന്നു മേൽശാന്തി മാറ്റം നടന്നത്. നമസ്കാര മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ മേൽശാന്തിയായിരുന്ന കലിയത്ത് പരമേശ്വരൻ നമ്പൂതിരി സ്ഥാനചിഹ്നമായ താക്കോൽക്കൂട്ടം വെള്ളിക്കുടത്തിൽ സമർപ്പിച്ച് സ്ഥാനമൊഴിഞ്ഞു. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് സ്ഥാനചിഹ്നം കൃഷ്ണൻ നമ്പൂതിരിക്ക് കൈമാറി. തുടർന്ന് പൊട്ടക്കുഴി കൃഷ്ണൻ നമ്പൂതിരി ശ്രീലകത്ത് കയറി ഭഗവാന് മുന്നിൽ താക്കോൽക്കൂട്ടം സമർപ്പിച്ച് ചുമതല ഏറ്റെടുത്തു. പുതിയ മേൽശാന്തി ഇനി 6 മാസം ക്ഷേത്രത്തിനകത്ത് നിന്ന് പുറത്തിറങ്ങാതെ പൂജകളുമായി കഴിയും. മേൽശാന്തി മാറ്റം നടക്കുന്നതിനാൽ കഴിഞ്ഞ ദിവസം രാത്രി ക്ഷേത്രത്തിൽ ചുറ്റുവിളക്ക് ഉണ്ടായിരുന്നില്ല. കരുവന്നൂരിൽ യുവാവിന് സൂര്യാതപമേറ്റു. കരുവന്നൂർ പനംകുളം സ്വദേശി കുണ്ടായിൽ വീട്ടിൽ മുരളീധരനാണ് ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ സൂര്യാതപം ഏറ്റത്. വീട്ടിൽ നിന്നും കടയിൽ പോയി വന്നയുടനെ ചുമലിൽ ചുട്ടുനീറ്റൽ അനുഭവപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ സൂര്യാതപമേറ്റതാണെന്ന് സ്ഥിരീകരിച്ചു. ദേശമംഗലം തലശ്ശേരിയിലെ പോസ്റ്റ് വുമണിന് തപാൽ വിതരണത്തിനിടെ സൂര്യാതപമേറ്റു. തലശ്ശേരി സ്വദേശിയായ സിന്ധു വിപിൻലാലിനാണ് സൂര്യാതപമേറ്റത്. തലശ്ശേരി പാടശേഖരത്തിലൂടെ തപാൽ വിതരണം നടത്തുന്നതിനിടെയാണ് സൂര്യാതപം ഏറ്റത്.
ഗുരുവായൂർ ക്ഷേത്രത്തിലെ മണിക്കിണർ വറ്റിച്ച് വൃത്തിയാക്കാനുള്ള തീരുമാനം കടുത്ത ജലക്ഷാമം കണക്കിലെടുത്ത് മാറ്റിവെച്ചു. ഈ മാസം 5-നാണ് മണിക്കിണർ വറ്റിക്കാൻ തീരുമാനിച്ചിരുന്നത്. തീരുമാനം മാറ്റിയതോടെ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നതും ഒഴിവാക്കി. കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ മണിക്കിണർ വറ്റിക്കുന്നത് സംബന്ധിച്ച് ആലോചിക്കാൻ ചേർന്ന അടിയന്തര ഭരണസമിതി യോഗമാണ് പുതിയ തീരുമാനമെടുത്തത്. ഈ അവസ്ഥയിൽ മണിക്കിണർ വറ്റിക്കുകയാണെങ്കിൽ ഏകദേശം 15 ദിവസത്തോളം പുറത്തുനിന്ന് വെള്ളം എടുക്കേണ്ടതായി വരുമെന്ന് യോഗം വിലയിരുത്തി. കാലവർഷത്തിന് മുന്നോടിയായി മെയ് അവസാന വാരത്തോടെയായിരിക്കും മണിക്കിണർ വറ്റിക്കുക. ചിലക്കര പരക്കാട് തൊഴുപാടം റോഡിൽ ആൽമരം കടപുഴകി റോഡിലേക്ക് വീണ ഗതാഗതം തടസ്സപ്പെട്ടു. മരം വൈദ്യുതി തൂണുകൾക്ക് മുകളിലേക്ക് വീണതിനാൽ പ്രദേശത്ത് വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. വൈദ്യുതി പോസ്റ്റുകൾ മറിഞ്ഞു വീഴുകയും വൈദ്യുതി കമ്പികൾ റോഡിലൂടെ വന്ന ബൈക്കിന് മുകളിലേക്ക് വീഴുകയുമായിരുന്നു. ബൈക്ക് മറിഞ്ഞെങ്കിലും യാത്രക്കാരായ യുവാക്കൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വർഷങ്ങൾ പഴക്കമുള്ള ആൽമരമാണ് കടപുഴകി വീണത്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ ദുരന്തം തലനാരിഴയ്ക്കാണ് വഴിമാറിയത്. റോഡിലൂടെ കടന്നുപോയ ബസ് അപകടത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് പിന്നീട് മരം മുറിച്ചു നീക്കി. മുറ്റിച്ചൂരിൽ സ്കൂട്ടറിൽ സഞ്ചരിച്ച് വിദേശ മദ്യം വിൽക്കുന്നതിനിടെ യുവാവിനെ അന്തിക്കാട് എക്സൈസ് സംഘം പിടികൂടി. മുറ്റിച്ചൂർ കുറ്റിമാവ് സ്വദേശി തണ്ടിയേക്കൽ വീട്ടിൽ കണ്ണനെയാണ് അന്തിക്കാട് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ PY ചെറിയാനും സംഘവും അറസ്റ്റ് ചെയ്തത്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ എക്സൈസ് സംഘം അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. സ്കൂട്ടറിൽ യുവാവ് മുറ്റിച്ചൂർ പ്രദേശത്ത് വിദേശമദ്യം വിൽക്കുന്നതിനിടയിലാണ് എക്സൈസ് സംഘം പിടികൂടിയത്. മാഹിയിൽ നിന്ന് എത്തിച്ച് വിൽപ്പന നടത്തിയിരുന്ന വിദേശമദ്യമായിരുന്നു പിടിച്ചെടുത്തത്. 28 കുപ്പികളിലായി 14 ലിറ്റർ വിദേശമദ്യമാണ് ഇയാളിൽ നിന്നും പിടികൂടിയത്. ഈ ഭാഗത്ത് വ്യാജമദ്യ വിൽപ്പന സംബന്ധിച്ചുള്ള പരാതി നിലവിലുണ്ടായിരുന്നു. ഇലക്ഷൻ പ്രമാണിച്ചും ഇന്ന് 1-ാം തീയതി ഫ്രൈഡേ ആയിരുന്നതുകൊണ്ടും ഈ ഭാഗത്ത് എക്സൈസിൻ്റെ രഹസ്യ നിരീക്ഷണം ഉണ്ടായിരുന്നു. ഈ പ്രതി ഇതിനു മുമ്പ് തന്നെ ഈ മദ്യം വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നതായിട്ട് വിവരം ലഭിച്ചിരുന്നു. മദ്യം വിറ്റ വകയിൽ 3200 രൂപയും പ്രതിയിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. സ്കൂട്ടറിൽ പ്രത്യേക അറയിലായിരുന്നു മദ്യം ഒളിപ്പിച്ചിരുന്നത്. മാഹിയിൽ നിന്നും നിസ്സാര വിലയ്ക്ക് വാങ്ങി അനധികൃതമായി മുറ്റിച്ചൂരിലെത്തിച്ച് 4-5 ഇരട്ടി വിലയ്ക്കാണ് വിൽപ്പന നടത്തിയിരുന്നത്. പ്രിവന്റീവ് ഓഫീസർമാരായ ജിൻഡോ ജോൺ, ദക്ഷിണാമൂർത്തി, ഹരിദാസ്, സന്തോഷ് ബാബു, ഫിജോയി, ശശികുമാർ, വനിതാ പ്രിവന്റീവ് സിവിൽ ഓഫീസർമാരായ സതീഷ്, ഷീന, രാഗി എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. TCV അന്തിക്കാട്. തീരദേശ മേഖലയുടെ പ്രശ്നങ്ങളും സമഗ്ര പുരോഗതിയും ചർച്ച ചെയ്യാനൊരുക്കിയ തീരദേശ സംഗമം മത്സ്യത്തൊഴിലാളികൾക്ക് ആവേശമായി. തീരദേശ സംഗമത്തിലേക്ക് ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഒഴുകിയെത്തിയത്. ജനനന്മ ഒരുക്കിയ വിപ്ലവ ഗാനങ്ങൾ തീരദേശ സംഗമത്തിനെത്തിയ പ്രവർത്തകരിൽ ആവേശം കൊള്ളിച്ചു. ജനനന്മ ഗായകർക്കൊപ്പം ബലികുടീരങ്ങളെ എന്ന അനശ്വര ഗാനം ആലപിച്ച മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും KV അബ്ദുൽ ഖാദർ MLAയും പ്രവർത്തകർക്ക് ആവേശമേകി. മന്ത്രി VS സുനിൽകുമാറും മുൻമന്ത്രി KP രാജേന്ദ്രനും വിപ്ലവ ഗാനം ഏറ്റുപാടിയത് സദസ്സിനെ കൂടുതൽ ആവേശത്തിലാഴ്ത്തി. വെള്ളിക്കുളങ്ങര മോനോടിയിൽ യുവാവിനെ വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മോനോടി നായംകുളത്ത് വീട്ടിൽ ശ്രീധരന്റെ മകൻ 30 വയസ്സുള്ള സന്തോഷാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രി വീട്ടുമുറ്റത്ത് വിശ്രമിച്ചിരുന്ന യുവാവിനെ പിന്നീട് കാണാതാവുകയായിരുന്നു. വീട്ടുകാരും സമീപവാസികളും ചേർന്ന് തിരച്ചിൽ നടത്തിയപ്പോഴാണ് മൃതദേഹം കിണറ്റിൽ കണ്ടെത്തിയത്. കിണറിന്റെ ആൾമറയിലിരിക്കുമ്പോൾ അബദ്ധത്തിൽ വീണതാണെന്ന് കരുതുന്നു. പുതുക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. വെള്ളിക്കുളങ്ങര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കൂടപ്പുഴ ബ്രാഞ്ച് കനാലിൽ വെള്ളം വിട്ടത് നാട്ടുകാർക്ക് ആശ്വാസമായി. കനാലിൽ വെള്ളം എത്താത്തത് പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമത്തിന് കാരണമായി മാറിയിരുന്നു. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് വെള്ളമാണ് ഇവിടെ നാട്ടുകാരുടെ ആശ്രയം. ടേൺ അനുസരിച്ച് 2 ആഴ്ച കൂടുമ്പോൾ എല്ലാ ബ്രാഞ്ച് കനാലുകളിലും വെള്ളം എത്തേണ്ടതുണ്ട്. എന്നാൽ മെയിൻ കനാലിൽ നിന്നുള്ള ലഭ്യത കുറവും മറ്റും ചൂണ്ടിക്കാട്ടി ഇറിഗേഷൻ വകുപ്പ് നിബന്ധനകൾ പാലിക്കാറില്ല. ഇതിനു പുറമെ കർഷകർ ക്രമം തെറ്റിച്ച് കൂടുതൽ വെള്ളം കൊണ്ടുപോകുന്നതും കൂടപ്പുഴ ബ്രാഞ്ച് കനാൽ പരിധിയിലെ നാട്ടുകാർക്ക് വിനയായി മാറിയിരുന്നു. വരൾച്ച രൂക്ഷമായതോടെ MLA, നഗരസഭാ ചെയർമാൻ എന്നിവർ ഇടപെട്ടാണ് പ്രശ്നപരിഹാര നടപടികൾ സ്വീകരിച്ചത്. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രക്കുളത്തിൽ നീന്തൽ പരിശീലിപ്പിക്കുന്നത് BJP പ്രവർത്തകർ തടഞ്ഞു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് വടക്കാഞ്ചേരി ഫയർഫോഴ്സാണ് നീന്തൽ പരിശീലിപ്പിക്കുന്നത്. ജലാശയങ്ങളിൽ കുട്ടികളുടെ മുങ്ങിമരണങ്ങൾ അധികരിച്ച സാഹചര്യത്തിലാണ് കേരള ജലസുരക്ഷാ മിഷന്റെ ഭാഗമായി സൗജന്യമായി വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നത്. ദേവസ്വം ഓഫീസറുടെ അനുമതിയോടെയാണ് നീന്തൽ പരിശീലനം ആരംഭിച്ചത്. എന്നാൽ വിവരമറിഞ്ഞെത്തിയ BJP പ്രവർത്തകർ പരിശീലനം തടയുകയായിരുന്നു.
ക്ഷേത്രക്കുളത്തിൽ നീന്തൽ പരിശീലനം അനുവദിക്കില്ല എന്ന് അറിയിച്ചാണ് തടഞ്ഞത്. നീന്തൽ പരിശീലനത്തിന് പഞ്ചായത്ത് കുളങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം ക്ഷേത്ര തീർത്ഥക്കുളം തിരഞ്ഞെടുത്തത് പ്രതിഷേധാർഹമാണെന്നും ഇതിനെതിരെ ദേവസ്വം ബോർഡിന് പരാതി നൽകുമെന്നും ബിജെപി എരുമപ്പെട്ടി പഞ്ചായത്ത് മേഖലാ പ്രസിഡന്റ് രാജേഷ് കുമാർ അറിയിച്ചു. അട്ടപ്പാടിയിൽ നിന്നും ചുരമിറങ്ങി കുന്നംകുളം സരസിലെത്തിയ വനസുന്ദരിക്ക് ആരാധകർ ഏറെയാണ്. പ്രകൃതിദത്തമായ ചേരുവകൾ ചേർത്തൊരുക്കുന്ന രുചികരമായ ചിക്കൻ വിഭവമാണ് വനസുന്ദരി. അട്ടപ്പാടിയിലെ ദൈവകുണ്ടൂരിലെ ഇരുള വംശജരാണ് വനസുന്ദരിയെ ഒരുക്കുന്നത്. നല്ല നാടൻ പച്ചക്കുരുമുളകും കാന്താരിയും കറിവേപ്പിലയും മേമ്പൊടിയായി അല്പം ജീരകയിലയും പുതിനയിലയും ചേർത്ത് പൊരിച്ചെടുത്ത ചിക്കൻ രുചിച്ചാൽ പിന്നെ ഓണവും വലിയ പെരുന്നാളും ഒന്നിച്ചുകൂടിയ ആവേശമാണ്. മറ്റുള്ള ചിക്കൻ വിഭവങ്ങളെ അപേക്ഷിച്ച് വനസുന്ദരിയെ വ്യത്യസ്തമാക്കുന്നത് ഹെർബൽ എന്ന പ്രത്യേകതയാണ്. അതുതന്നെയാണ് ഈ വിഭവത്തിനായി ആവശ്യക്കാരെ മണിക്കൂറുകളോളം ക്യൂവിൽ നിർത്തുന്നതും. സിജി, പൊന്നി, ലക്ഷ്മി, മല്ലിക, നഞ്ചി തുടങ്ങിയ അട്ടപ്പാടിയിലെ സുന്ദരികളാണ് വനസുന്ദരിയുടെ രുചിക്കു പുറകിൽ. ഇത് 2ാം തവണയാണ് സരസിലൂടെ വനസുന്ദരി ഭക്ഷണപ്രിയരെ കൈയിലെടുക്കുന്നത്. 2018 പട്ടാമ്പിയിൽ വെച്ച് നടന്ന സരസ് മേളയിലും വനസുന്ദരി താരമായിരുന്നു. കുന്നംകുളത്തെ സരസിലും കുട്ടികൾക്കും പ്രായമായവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാവുകയാണ് വനസുന്ദരി. TCV കുന്നംകുളം. സരസ് മേളയുടെ 5ാം ദിനമായ തിങ്കളാഴ്ചയും വൻ ജനത്തിരക്കിന് സാക്ഷ്യം വഹിച്ച് ചെറുവത്തൂർ മൈതാനം. സിനിമ, കല, സമൂഹം എന്ന വിഷയത്തിൽ രാവിലെ 11 മണിക്ക് സെമിനാർ സംഘടിപ്പിച്ചു. പ്രശസ്ത തിരക്കഥാകൃത്ത് PF മാത്യൂസ് മോഡറേറ്ററായ പരിപാടിയിൽ സിനിമാ നിരൂപകരായ അപർണ പ്രശാന്തി, KB വേണു എന്നിവർ വിഷയാവതരണം നടത്തി. ഉച്ചയ്ക്ക് 2 മണി മുതൽ കുടുംബശ്രീ വനിതകളുടെയും കുട്ടികളുടെയും വ്യത്യസ്ത തരത്തിലുള്ള കലാപരിപാടികൾ സംഘടിപ്പിച്ചു. ജില്ലയിലെ വിവിധ CDSകളിൽ നിന്നെത്തിയ കുടുംബശ്രീ പ്രവർത്തകരാണ് കലാപ്രകടനങ്ങൾ കൊണ്ട് സദസ്സിന്റെ ഹൃദയം കവർന്നത്. ഇടപ്പള്ളി അജിത് കുമാറിന്റെയും തിരുവിഴ ബിജു S ആനന്ദിന്റെയും നേതൃത്വത്തിൽ വൈകിട്ട് 5 മണിക്ക് ആരംഭിച്ച വയലിൻ ഡ്യൂയറ്റ് പ്രേക്ഷകരുടെ മനം നിറച്ചു. കലാഭവൻ ബാദുഷാ നയിച്ച മെഗാ ഷോയെ കൊച്ചിൻ ഓസ്കാറും അരങ്ങേറി. പ്രശസ്ത സംഗീതജ്ഞനും മക്സസെ അവാർഡ് ജേതാവുമായ ഡോക്ടർ TM കൃഷ്ണ സരസിന്റെ വേദിയിൽ സംഗീത കച്ചേരി അവതരിപ്പിക്കും. കർണാടക സംഗീതത്തിലെ യുവതലമുറയിലെ വായ്പാട്ടുകാരിൽ ഒരാളായ അദ്ദേഹം തനത് ശൈലിയിലൂടെ ഇന്ത്യൻ സംഗീത ലോകത്ത് വിസ്മയം തീർത്തുകൊണ്ടിരിക്കുകയാണ്. ശമാങ്കുടി ശ്രീനിവാസ അയ്യരുടെ ശിഷ്യനായ TMK സംഗീത സംബന്ധിയായ ഗ്രന്ഥങ്ങൾ രചിക്കുകയും മനോഹരങ്ങളായ ആൽബങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട്. രാത്രി 7 ആരംഭിക്കുന്ന പരിപാടിയിൽ ട്രിവാൻഡ്രം സമ്പത്ത്, നാഞ്ചിൽ അരുൺ, വാഴപ്പള്ളി കൃഷ്ണകുമാർ തുടങ്ങിയവർ പക്കമേളമൊരുക്കും. പഞ്ചാബിൽ നിന്നും മലയാള മണ്ണിലെത്തി സരസ് മേളയിൽ രുചിയുടെ വിസ്മയം തീർക്കുകയാണ് സിഖ് സുന്ദരികൾ. ഉത്തരേന്ത്യൻ വിഭവങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ പോകുന്നത് പഞ്ചാബ് രുചികൾക്ക് പിറകെയാണ്. ഇതിൽ സരസൻ കി സാഗിനും മാക്കി കി കോത്തിനും മട്ടർ പനീറിനും വേണ്ടിയാണ് മണിക്കൂറുകളോളം ആളുകൾ ക്യൂവിൽ നിൽക്കുന്നത്. വേനലിൽ കുളിർമയേകാൻ ആരോഗ്യപരമായ ലസ്സിയും പഞ്ചാബ് സ്റ്റാളിൽ നിന്നും ലഭ്യമാണ്. കലർപ്പില്ലാതെ ലഭ്യമാകുന്ന തനതായ പഞ്ചാബ് രുചികളാണ് ഈ തിരക്കിന് കാരണം. രാജ്മ ചവാലും പനീർ ചില്ലിയും ചട്നിയും സാലഡും പാപ്പടും അടങ്ങുന്ന പ്ലേറ്റിന് 80 രൂപ മാത്രമാണ് ഈടാക്കുന്നത്. രാജ്കുമാരി, രാജാവിന്ദൻ കൗർ, ലക്ഷ്മൺ, ബൽജിന്ദർ സൽജിത്ത് തുടങ്ങിയവരാണ് പഞ്ചാബ് സ്റ്റാളിലെ രുചിക്കൂട്ടുകളുടെ ആസൂത്രകർ. പട്യാല ജില്ലയിലെ തംന SGCയിലെ അംഗങ്ങളാണ് ഇവർ. കുന്നംകുളത്ത് നടക്കുന്ന സരസ് മേളയിൽ ശ്രദ്ധയാകർഷിച്ച് കോഴിക്കോട് നിന്നുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ഒരുക്കിയ ജ്യൂസ് കൗണ്ടർ. കുടുംബശ്രീ കോഴിക്കോട് ജില്ലാ മിഷന്റെ നേതൃത്വത്തിലാണ് 2 വർഷം മുൻപ് 10 ട്രാൻസ്ജെൻഡേഴ്സ് അംഗങ്ങൾ ചേർന്ന് പുനർജന്മം എന്ന പേരിൽ യൂണിറ്റ് രൂപീകരിച്ചത്. ഇതിൽ നിന്നും 4 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കഫേ കുടുംബശ്രീക്ക് ഇവർ തുടക്കമിട്ടു. ഇവരാണ് ഇന്ന് മേളയിലെ പ്രധാന താരങ്ങൾ. കോഴിക്കോട് സ്വദേശികളായ ട്രാൻസ്ജെൻഡേഴ്സായ മോനിഷ ശേഖർ, അലീന ജോസഫ്, വർഷ നന്ദിനി, ഷംന കാസിം എന്നിവരുടെ നേതൃത്വത്തിലാണ് ജ്യൂസ് കൗണ്ടർ പ്രവർത്തിക്കുന്നത്. ഇവരുടെ കൈകളിൽ നിന്ന് കൊതിയൂറുന്ന രുചികളിൽ പെയ്തിറങ്ങുന്ന വൈവിധ്യങ്ങളായ ജ്യൂസുകൾ കഴിക്കാൻ ഭക്ഷ്യമേഖലയിലെ കൗണ്ടറിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. കേരളത്തിലെ പ്രധാന മേളകളിലെല്ലാം തന്നെ പുനർജന്മം കുടുംബശ്രീയുടെ നിറസാന്നിധ്യമുണ്ട്. തൃശൂരിൽ കഴിഞ്ഞ വർഷം നടന്ന സംസ്ഥാന കലോത്സവത്തിൽ 2 ദിവസത്തെ സ്റ്റാളിൽ നിന്നും 3 ലക്ഷം രൂപയുടെ വരുമാനമാണ് ഇവർ ഉണ്ടാക്കിയത്. 7 തരം നെല്ലിക്ക ജ്യൂസുകൾ, വിവിധ ഫ്രഷ് ലൈമുകൾ, വെറൈറ്റി ഫ്രഷ് ജ്യൂസുകൾ എന്നിവ രുചി വൈവിധ്യങ്ങളോടെ ഇവരുടെ കൗണ്ടറിൽ ലഭിക്കുന്നു. ട്രാൻസ്ജെൻഡറുകൾക്കായി 12 സൂക്ഷ്മ സംരംഭങ്ങൾ കുടുംബശ്രീക്ക് കീഴിലുണ്ട്. കുന്നംകുളത്തെ മേളയിലെത്തുന്ന സാധാരണക്കാർക്ക് ഇവരുടെ ഈ കൂട്ടായ്മയും തൊഴിൽ മേഖലയും പുതിയൊരു കാഴ്ച വിരുന്നാണ് ഒരുക്കുന്നത്.
TCV ന്യൂസ് കുന്നംകുളം. അക്ഷയ് എന്ന കുഞ്ഞു ചിത്രകാരന് മുഖ്യമന്ത്രിയുടെ അഭിനന്ദനം ആത്മസാക്ഷാത്കാര മുഹൂർത്തമായി. തീരദേശ സംഗമത്തിൽ പങ്കെടുക്കുന്നതിനായി വലപ്പാട്ടേക്കുള്ള യാത്രക്കിടയിൽ കൊടുങ്ങല്ലൂർ PWD റെസ്റ്റ് ഹൌസിൽ വെച്ചാണ് അക്ഷയിന് 8ാം ക്ലാസ്സുകാരൻ താൻ വരച്ച ചിത്രം മുഖ്യമന്ത്രി പിണറായി വിജയന് സമ്മാനിച്ചത്. മുഖ്യമന്ത്രി കൊടുങ്ങല്ലൂരിൽ എത്തുന്നതറിഞ്ഞ അക്ഷയ് 40 മിനിറ്റ് കൊണ്ടാണ് ചിത്രം വരച്ചത്. ചിത്രം സ്വീകരിച്ച ശേഷം അക്ഷയിനെ അഭിനന്ദിച്ചാണ് മുഖ്യമന്ത്രി യാത്രയാക്കിയത്. VR സുനിൽകുമാർ MLA, നഗരസഭാ ചെയർമാൻ KR ജയത്രൻ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ആബിദ് അലി, CPM ഏരിയ സെക്രട്ടറി PK ചന്ദ്രശേഖരൻ, DYFI ജില്ലാ പ്രസിഡന്റ് KV രാജേഷ്, PM അഹമ്മദ് എന്നിവർ മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ ലോകമല്ലേശ്വരം പണിക്കശ്ശേരി ബിനോയുടെ മകനായ അക്ഷയ് പെൻസിൽ കൊണ്ട് ഇതിനകം 100 കണക്കിന് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ചേർപ്പ്, വള്ളുകുന്നത്തുശ്ശേരി, പാറക്കോവിൽ മേഖലകളിൽ കുടിവെള്ള വിതരണം കാര്യക്ഷമമായി നടക്കുന്നില്ലെന്നാരോപിച്ച് ചേർപ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത്, പഞ്ചായത്ത് മെമ്പർ VK ഹരിദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. 3 ആഴ്ചയായി ഈ ഭാഗത്ത് വെള്ളം എത്താതിരുന്നതിനെ തുടർന്ന് നിരവധി സമരങ്ങൾ നടത്തിയെങ്കിലും കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് വൈസ് പ്രസിഡന്റ് സുധീഷ് കള്ളിയത്ത്, മെമ്പർ VK ഹരിദാസ് എന്നിവർ പറഞ്ഞു. വലിയ ഒരു പൈപ്പ് ലൈൻ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അത് ക്ലോസ് ചെയ്ത് ഇപ്പോഴത്തെ പ്രശ്നത്തിന് ഒരു വാൽവ് വെച്ചാൽ ഇവിടെയുള്ള ആളുകൾക്ക് വെള്ളം കിട്ടും. അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ ആളുകളുടെ കുടിവെള്ളം മുട്ടുകയും ഇത്രയും കടുത്ത വേനലിൽ ആളുകൾ വളരെയധികം പ്രശ്നത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച പൈപ്പുകൾക്ക് കാര്യക്ഷമത ഇല്ലാത്തതുമൂലം ഈ ഭാഗത്ത് വെള്ളം എത്തിയിരുന്നില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ നാട്ടുകാർ പണം കൊടുത്ത് വെള്ളം വാങ്ങുകയാണ് പതിവ്. പൂത്തറയ്ക്കൽ ഭാഗത്തേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്നതിനായി നിർമ്മിച്ച ചൊവ്വൂർ മരത്താക്കര കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ ഈ പരിസരത്ത് കൂടിയാണ് പോകുന്നത്. ഇതിൽ നിന്ന് വെള്ളം എത്തിച്ചാൽ ഈ വേനലിലെങ്കിലും കുടിവെള്ളം ലഭിക്കുമെന്നാണ് നാട്ടുകാരുടെ പക്ഷം. ഇതിനായുള്ള നടപടികൾ ഉടൻ പൂർത്തിയാക്കുമെന്ന് വാട്ടർ അതോറിറ്റി എഞ്ചിനീയർ ലിറ്റി ജോർജ് പറഞ്ഞു. കുറ്റിപ്പാടം തൊട്ട് ചൊവ്വൂർ സെൻറ്റർ വരെ PWD റോഡ് ഒഴിവാക്കിക്കൊണ്ട് മറ്റേ ഉള്ളിലുള്ള പഞ്ചായത്തുകളിലൂടെ നമ്മൾ പൈപ്പ് ലൈൻ വെച്ചിട്ടുണ്ട്. ആ പൈപ്പ് ലൈനിൽ നിന്ന് നമ്മൾ ഡമ്മി പീസ് ഇട്ടിട്ട് ഒരു എക്സ്റ്റൻഷൻ പോലെ നിലവിലുള്ള ഈ പാറക്കോവിലേക്ക് വരുന്ന ലൈനിലേക്ക് കൊടുത്താൽ കൂടുതൽ പ്രഷറിൽ വെള്ളം കയറുമ്പോൾ ആ ഭാഗത്തേക്ക് വെള്ളം ലഭിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. TCV ചേർപ്പ്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി ആഘോഷത്തിന്റെ ഭാഗമായി പട്യാര്യ സമുദായം വലിയ തമ്പുരാൻ K രാമവർമ്മ രാജയ്ക്ക് കാഴ്ചക്കുല സമർപ്പിച്ചു. സമാജം സെക്രട്ടറി V ഉണ്ണികൃഷ്ണൻ, സതീശൻ, ഉദയൻ, ഗംഗാധരൻ, ശിവശങ്കരപിള്ള, നാഥൻപിള്ള, രവി എന്നിവർ പങ്കെടുത്തു. ഭരണി നാളിലെ വെന്നിക്കൊടി നാട്ടൽ, കൂശ്മാണ്ഡ ബലി എന്നീ ചടങ്ങുകളുടെ അവകാശം പട്യാര്യ സമുദായത്തിനാണ്. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തയിലേക്ക്. ദേശീയപാത അതോറിറ്റി അന്നും ഇന്നും അഴിമതിക്കാരാണെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. ദേശീയപാത അലൈൻമെന്റിനെതിരെ വലപ്പാട് ആനവിഴുങ്ങി കോളനി നിവാസികൾ നടത്തുന്ന സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് സമരപന്തൽ സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. നിക്ഷിപ്ത താൽപര്യങ്ങൾക്ക് വേണ്ടി നിർദ്ദിഷ്ട പാതയുടെ അലൈൻമെന്റിൽ തന്നെ മാറ്റം വരുത്തിയിരിക്കുകയാണ്. ജില്ലയിലെ തീരപ്രദേശങ്ങളിലെ ദേശീയപാത വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാണിച്ച് മുഖ്യമന്ത്രിക്ക് താൻ കത്ത് നൽകിയെങ്കിലും മറുപടി ഉണ്ടായില്ല. ജനങ്ങൾ ഉന്നയിക്കുന്ന ന്യായവും മാനുഷികവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാത്തത് ദുഃഖകരമാണ്. ദേശീയപാത അതോറിറ്റിക്കെതിരെ ജനവികാരമുയർത്താൻ TN പ്രതാപനെ പോലുള്ള നേതാക്കൾക്ക് കഴിയുമെന്നും VM സുധീരൻ സമരക്കാരോട് പറഞ്ഞു. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ, ആനവിഴുങ്ങി സമരസമിതി നേതാക്കളായ KH മിഷോ, CK പീതാംബരൻ, പ്രീത താമി എന്നിവരും സമരപന്തലിൽ ഉണ്ടായിരുന്നു. എരുമപ്പെട്ടി സ്കൂൾ മുറ്റത്തെ മരങ്ങൾ മുറിച്ചു കടത്തിയത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകാൻ PTA യോഗം തീരുമാനിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ഗവൺമെന്റ് LP സ്കൂൾ മുറ്റത്ത് സ്ഥിതി ചെയ്തിരുന്ന മദ്രാസ് ഈത്ത ഇനത്തിൽപ്പെട്ട 2 വൻമരങ്ങളാണ് അനുമതിയില്ലാതെ മുറിച്ചു കടത്തിയത്. പുതുതായി നിർമ്മിക്കുന്ന സ്കൂൾ കെട്ടിടത്തിന് തടസ്സം സൃഷ്ടിച്ചിരുന്ന മരങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കാതെ സ്വകാര്യ വ്യക്തിക്ക് തികച്ചും സൗജന്യമായാണ് കൈമാറിയത്. 75,000 രൂപയോളം വില വരുന്ന മരങ്ങളാണിവ. സംഭവം വിവാദമായതോടെ പ്രധാനാധ്യാപിക എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നതാണ്. എന്നാൽ അനുമതിയില്ലാതെ മരം മുറിച്ചു കടത്തിയത് ഗുരുതരമായ വീഴ്ചയാണെന്ന് PTA
SMC യോഗം വിലയിരുത്തി. അതേസമയം കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി തടസ്സം നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ പ്രധാന അധ്യാപകയും മറ്റുള്ളവരും തന്നോട് ആവശ്യപ്പെടുകയാണ് ഉണ്ടായതെന്നും കൂലിക്ക് പകരമായി മരങ്ങൾ എടുത്തുകൊള്ളാൻ പറഞ്ഞുവെന്നും മരം മുറിച്ചെടുത്ത വ്യക്തി വിശദമാക്കി. 2018-19 സാമ്പത്തിക വർഷത്തിലെ പദ്ധതി നിർവഹണത്തിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് 1ാം സ്ഥാനത്തെത്തി. 99.30% ചിലവഴിച്ചാണ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഒന്നാമതെത്തിയത്. ജനറൽ മേഖലയിൽ 99.12%, പട്ടികജാതി മേഖലയിൽ 100%, പട്ടികവർഗ മേഖലയിൽ 80%, മെയിന്റനൻസ് ഗ്രാന്റിൽ പൂർണ്ണമായും ചിലവഴിച്ചാണ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് നേട്ടം കൈവരിച്ചത്. 99.26% ചിലവഴിച്ച പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2ാം സ്ഥാനത്തും 99.20% തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് 3ാമതുമെത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ എല്ലാ ജനപ്രതിനിധികളും ആസൂത്രണ സമിതി അംഗങ്ങളും വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളും പൊതുജനങ്ങളും ഒറ്റക്കെട്ടായി പ്രയത്നിച്ചാണ് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അറിയിച്ചു. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തിൽ അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് UDF ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റി പ്രവർത്തകർ ചാവക്കാട് ടൗണിൽ പ്രകടനം നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KV ഷാനവാസ്, മുസ്ലിം ലീഗ് മുനിസിപ്പൽ സെക്രട്ടറി ഹനീഫ് ചാവക്കാട്, ഫൈസൽ കനാമ്പുള്ളി, HM നൌഫൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഏനാമക്കൽ ഇരിമ്പ്രനെല്ലൂർ ശ്രീ കാർത്തിയാനി ക്ഷേത്രത്തിലെ പൂരം മഹോത്സവത്തിന് കൊടികയറി. മേൽശാന്തി മനു കൃഷ്ണ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ പ്രേമൻ നമ്പിയത്ത്, പ്രമോദ് മാണിക്കത്ത്, ഷിബി തിണ്ടിയിൽ എന്നിവർ നേതൃത്വം നൽകി. ഉത്സവ ദിവസമായ ഏപ്രിൽ 9 ഗജവീരൻ വരടിയം ജയറാം ഭഗവതിയുടെ തിടമ്പേറ്റു. MRRM ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ ഫുട്ബോൾ പരിശീലനത്തിന് ആവേശകരമായ തുടക്കം. കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ താരം അജിത് ശിവൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് RMV ബഷീർ മൗലവി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ NK അക്ബർ മുഖ്യപ്രഭാഷണം നടത്തി. കേരള ജൂനിയർ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ശരത് പ്രശാന്ത്, നഗരസഭാ കൌൺസിലർ H അക്ബർ, ഫുട്ബോൾ താരങ്ങളായ കബീർ, ഷാബിർ, കായികാധ്യാപകൻ PD ഷാജൻ, പ്രധാന അധ്യാപിക K സരിതാകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. കഞ്ചാവും കഞ്ചാവ് ബീഡിയുമായി 2 പേരെ ചാവക്കാട് പോലീസ് പിടികൂടി. കടപ്പുറം തോട്ടാപ്പ വലിയകത്ത് മുസ്തഫ, പൊന്നാനി പള്ളിപ്പടി വളപ്പിലകത്ത് വീട്ടിൽ അബ്ദുൽ ഗഫൂർ എന്നിവരെയാണ് ചാവക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും പിടികൂടിയത്. ചാവക്കാട് SI അബ്ദുൽ ഹക്കീം, CPOമാരായ നൌഫൽ ജയകൃഷ്ണൻ, ശ്യാംകുമാർ, ശരത് എന്നിവരാണ് പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപായി UDF സ്ഥാനാർത്ഥികളായ TN പ്രതാപനും K മുരളീധരനും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. പുലർച്ചെയാണ് ഇരുവരും ക്ഷേത്ര ദർശനത്തിന് എത്തിയത്. 2 പേരും പ്രചാരണ വിവരണങ്ങൾ പങ്കുവച്ചാണ് മടങ്ങിയത്. നിരവധി പ്രവർത്തകരും ഇവരെ അനുഗമിച്ചിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോഴും ഇരുവരും ദർശനത്തിന് എത്തിയിരുന്നു. തിരുനാമാചാര്യൻ ആഞ്ഞം മാധവൻ നമ്പൂതിരി അനുസ്മരണത്തിന്റെ ഭാഗമായുള്ള നാരായണ നാമ സപ്താഹത്തിനും പൂന്താനം ഉണ്ണികൃഷ്ണന് ലക്ഷാർച്ചനയ്ക്കും തുടക്കമായതായി സംഘാടകർ ഗുരുവായൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രം ആധ്യാത്മിക ഹാളിൽ രാവിലെ 5 മുതൽ രാത്രി 7 വരെയാണ് നാരായണ നാമ സപ്താഹയജ്ഞം നടക്കുന്നത്. ലക്ഷാർച്ചന ഈ മാസം 5-നും സപ്താഹയജ്ഞം 7-നും സമാപിക്കും. അഖണ്ഡ നാമജപത്തോടെയാണ് സപ്താഹയജ്ഞം സമാപിക്കുക. സ്വാമി സദ്മയാനന്ദ സരസ്വതി, ആഞ്ഞം മധുസൂദനൻ നമ്പൂതിരി, ചൊവ്വല കൃഷ്ണൻകുട്ടി, A വേണുഗോപാലൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അന്തിക്കാട് വടക്കേക്കര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി ചെമ്പിലാറാട്ട് നടന്നു. ചടങ്ങിന് ക്ഷേത്രം തന്ത്രി ശ്രീരംഗ് നാരായണൻ മുഖ്യകാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികളായ അന്തിക്കാട് പത്മനാഭൻ, E ഗോപി, K ഷാജി, സജേഷ് കുറുവത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. CMC മാനേജ്മെന്റ് ആരംഭിച്ച ഉജ്ജീവനം പദ്ധതി കണ്ടശാങ്കടവ് SH ഓഫ് മേരീസ് LP സ്കൂളിൽ നടപ്പിലാക്കി. CMC നിർമ്മല പ്രോവിൻസ് സാമൂഹ്യ സേവന മേഖലാ കൌൺസിലർ സിസ്റ്റർ ലേഖ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക് ഉപജീവന ഉപാധിയായി തയ്യൽ മെഷീനുകളും ആടുകളും വിതരണം ചെയ്തു. മദർ സുപ്പീരിയർ സിസ്റ്റർ ജോൺ C അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർ ആൻതരസ്, PTA പ്രസിഡന്റ് ഡേവിസ്, സിസ്റ്റർ രമ്യ റോസ് തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികൾക്ക് നാടൻ കളികളുമായി അവധിക്കാലം ആഘോഷമാക്കാൻ പാവറട്ടിയിൽ കുരുത്തോല കളിക്കൂട്ടം സംഘടിപ്പിച്ചു. തെങ്ങോല കൊണ്ടും പേപ്പർ കൊണ്ടും വിവിധതരം കളിപ്പാട്ട നിർമ്മാണത്തിൽ കുട്ടികൾക്ക് പരിശീലനം നൽകി. നെഹ്റു യുവകേന്ദ്ര മുല്ലശ്ശേരി ബ്ലോക്ക് കോർഡിനേറ്റർ നൌഷാഭ
കുരുത്തോല കളിക്കൂട്ടം ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി സംഘടനയായ എപാർട്ടിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കളിക്കൂട്ടത്തിന് വനിതാവേദി പ്രസിഡന്റ് ബിമിത ഡിറ്റോ അധ്യക്ഷത വഹിച്ചു. എപാർട്ട് ഡയറക്ടർ റാഫി നീലങ്കാവിൽ, പേളി ജോൺസൺ, ജാൻസി ആന്റണി, സീതു ടിനോ, അജി ജോമോൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കുഴൂർ പഞ്ചായത്തിൽ 25 കുടുംബങ്ങൾ BJPയിൽ ചേർന്നതായി നേതാക്കൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കോൺഗ്രസിന്റെയും CPMന്റെയും സജീവ പ്രവർത്തകരാണ് പാർട്ടിയിൽ ചേർന്നതെന്ന് BJP നേതാക്കൾ അവകാശപ്പെട്ടു. ശബരിമല വിഷയത്തിൽ സർക്കാരും CPMും കോൺഗ്രസും സ്വീകരിച്ച നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് പ്രവർത്തകർ BJPയിൽ ചേർന്നതെന്ന് നേതാക്കൾ പറയുന്നു. BJP പട്ടികജാതി മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് ഷാജ്മോൻ വട്ടേക്കാട് പാർട്ടിയിൽ ചേർന്നവർക്ക് മെമ്പർഷിപ്പ് നൽകി. BJP കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PR മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. മതവിദ്യാഭ്യാസത്തിലൂടെ നേടിയ അറിവും വിവേകവും സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് വേണ്ടി വിനിയോഗിക്കണമെന്ന് സമസ്ത കേന്ദ്ര മുഷാവറ അംഗം KPC തങ്ങൾ വല്ലപ്പുഴ അറിയിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ മുദ്രസീൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യ മാനവ നന്മയ്ക്ക് എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച ജില്ലാ മുദലീം കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തിൽ മതേതര വിശ്വാസികൾ കൂടുതൽ ജാഗ്രതയോടെ സമൂഹത്തിൽ പ്രതികരിക്കണമെന്നും തങ്ങൾ പറഞ്ഞു. പന്നിത്തളം മഹല് ജമാഅത്ത് പ്രസിഡന്റ് ഹംസ ഹാജി പതാക ഉയർത്തിയതോടെയാണ് കോൺഫറൻസിന് തുടക്കമായത്. ഫൈസൽ മദനി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ജംഇയ്യത്തുൽ മുദ്രസീൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സുലൈമാൻ അൻവരി കരൂപ്പടന്ന അധ്യക്ഷനായി. സംസ്ഥാന ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ബഷീർ ഫൈസി ദേശമംഗലം വിദ്യ മാനവനന്മയ്ക്ക് എന്ന പ്രമേയം അവതരിപ്പിച്ചു. അഹമ്മദ് വാഫി കക്കാട്, ഹൈദരലി വാഫി, ഓണംപള്ളി മുഹമ്മദ് ഫൈസി, ഷിയാസല വാഫി എന്നിവർ വിഷയാവതരണം നടത്തി. ഹംസ ബിൻ ജമാൽ റംലി, സുലൈമാൻ ദാരമി ഏലക്കുളം, കബീർ ഫൈസി, പൂമണ്ണ എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ 40ഓളം ദറസ് അറബിക് കോളേജിലെ 1000ഓളം വിദ്യാർത്ഥികളും 100ഓളം മുദ്രിസുമാരും മാനേജ്മെന്റ് ഭാരവാഹികളും പരിപാടിയിൽ പങ്കെടുത്തു. കലേറ്റുങ്കരയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ലോക ഓട്ടിസം ബോധവൽക്കരണ വാരാചരണത്തിന് ചൊവ്വാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കലേറ്റുങ്കര സെന്ററിൽ രാവിലെ 9 മുതൽ 12:30 വരെ രക്ഷിതാക്കളായി വിദഗ്ധരുടെ ക്ലാസും വൈകിട്ട് 5-ന് തൃശൂർ തേക്കിങ്ങാട് മൈതാനത്ത് ഓട്ടിസം ബാധിതരായ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറും. ഈ മാസം 9-ന് നടക്കുന്ന സമാപന ചടങ്ങിൽ മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് പങ്കെടുക്കും. സെന്റർ ജോയിന്റ് ഡയറക്ടർ C ചന്ദ്രബാബു, ഡോക്ടർ സിന്ധു വിജയകുമാർ, ഡോക്ടർ മായ ബോസ്, AA ഷറഫുദ്ദീൻ, ശ്രീജിത്ത് വാസു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വ്യാപാര വ്യവസായ കേരളത്തിന്റെ മുഖമാസിക വ്യാപാര കേരളം ജോസ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോസ് ആലുക്ക പ്രകാശനം ചെയ്തു. തോമസ് പാവറട്ടി, ജെയിംസ് വളപ്പില, PM മുകുന്ദൻ എന്നിവർ ആശംസകൾ നേർന്നു. മാഗസിൻ എഡിറ്റർ CR രാജൻ മാസിക പരിചയപ്പെടുത്തി. ടെക്നിക്കൽ ഡയറക്ടർമാരായ ജെഫി മാത്യു ജോസ്, മിലു മേരി എന്നിവർ ആശംസകൾ നേർന്നു. കുന്നംകുളത്ത് ബസ് യാത്രക്കാരിയായ യുവതിയുടെ തോളിൽ ഉറങ്ങുകയായിരുന്ന കൈക്കുഞ്ഞിന്റെ മാല പൊട്ടിച്ച് അന്യസംസ്ഥാനക്കാരിയായ യുവതി പിടിയിലായി. തമിഴ്നാട് മധുരൈ ചിന്താമണി തെരുവിൽ ദീപകന്റെ ഭാര്യ പൂനിതയാണ് പിടിയിലായത്. ദേശീയ സരസ് മേളയ്ക്കായി തിരുവത്രയിൽ നിന്ന് വരികയായിരുന്ന തളിക്കളം ഇത്തിക്കാട്ട് രമേശിന്റെ ഭാര്യ രമിതയുടെ 1.5 വയസ്സുള്ള കുഞ്ഞിന്റെ മാലയാണ് പൊട്ടിച്ചത്. സ്റ്റാൻഡിൽ ബസ് ഇറങ്ങുന്നതിനിടെ പുറകിലൂടെ വന്ന് കുഞ്ഞിന്റെ മാല പൊട്ടിച്ചെടുത്ത് തിരിയുന്നതിനിടെ മാല അമ്മയുടെ കയ്യിലുടുക്കി. ഇതോടെ മാല മോഷ്ടിച്ച സ്ത്രീയെ രമ്യയും മറ്റു യാത്രക്കാരും ചേർന്ന് പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു. കാടുകുറ്റിയിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കെത്തിയ യുവാവിനെ ചാലക്കുടി DYSP കെ ലാൽജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി. പുത്തൻവേലിക്കര തിരുത്തിപ്പുറം കൈതറ വീട്ടിൽ 20 വയസ്സുള്ള അബിൻ ജോസഫാണ് പിടിയിലായത്. ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട യുവാവിനെ പരിശോധിച്ചപ്പോഴാണ് ധരിച്ചിരുന്ന ജീൻസിന്റെ പോക്കറ്റിൽ ഭദ്രമായി പൊതിഞ്ഞു സൂക്ഷിച്ച നിലയിൽ കഞ്ചാവ് പൊതികൾ കണ്ടെത്തിയത്. കഞ്ചാവ് ചെറുപൊതികളാക്കി 500 രൂപയ്ക്ക് വിൽക്കുകയാണ് പതിവെന്നും കാടുകുറ്റിയിൽ ഇടപാടുകാരെ കാത്തുനിന്നതാണെന്നും യുവാവ് സമ്മതിച്ചു. കൊരട്ടി സബ് ഇൻസ്പെക്ടർ B ബിനോയ്, ക്രൈം സ്ക്വാഡ് അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. 100% പദ്ധതി വിഹിതം ചിലവഴിച്ചും നികുതി പിരിവ് പൂർത്തീകരിച്ചും ശ്രദ്ധേയമായ നേട്ടവുമായി ആളൂർ ഗ്രാമപഞ്ചായത്ത്. കിലയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ആളൂർ പഞ്ചായത്ത് കരസ്ഥമാക്കി. ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് 1,10,88,000 രൂപയും സാധാരണ വിഹിതം 2,38,88,883 രൂപയും പട്ടികജാതി വിഭാഗത്തിൽ 1,26,79,000 രൂപയും ചിലവഴിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 63,603 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ച് 234.36
38 ലക്ഷം രൂപയും ചെലവഴിച്ചതായി പ്രസിഡന്റ് അറിയിച്ചു. വൈസ് പ്രസിഡന്റ് AR ഡേവിസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ CJ നിക്സൺ, അംബിക ശിവദാസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KM മുജീബ്, അജിത സുബ്രഹ്മണ്യൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കളിയും ചിരിയും വിജ്ഞാനവുമായി ചെങ്ങാലൂർ GLP സ്കൂളിൽ 2 ദിവസത്തെ വേനൽ അവധി ക്യാമ്പ് സംഘടിപ്പിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം രാജു തലേപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ആദ്യ ദിനത്തിൽ രാജൻ നല്ലായി ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിന്റെ ചൊൽക്കാഴ്ച അവതരിപ്പിച്ചു. VV സുബ്രഹ്മണ്യൻ ഒറിഗാമിയിലൂടെ കടലാസ് കൊണ്ടുള്ള കൗതുക കരവിരുതുകൾ നിർമ്മിക്കാൻ പഠിപ്പിച്ചു. സുകേഷിന്റെ ചിത്രരചനയും ക്യാമ്പിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. 2ാം ദിനം ഫുട്ബോൾ പരിശീലനം നടക്കും. തുടർന്ന് ഇറാനിയൻ ചലച്ചിത്രം ചിൽഡ്രൻസ് ഓഫ് ഹെവൻ എന്ന സിനിമ പ്രദർശിപ്പിക്കും. TR അനിൽകുമാർ നാടകത്തെക്കുറിച്ചും PC തിലകൻ കരകൗശല വിദ്യയെക്കുറിച്ചും കുട്ടികളുമായി സംവദിക്കും. ദിക്കർ ഹൽക്ക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന അജ്മീർ എഡ്യൂക്കേഷൻ കോംപ്ലക്സ് 3ാമത് വാർഷികം ഏപ്രിൽ 5, 6 തീയതികളിൽ ദേശമംഗലത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഷൈഗൂന താജുദ്ദീൻ അഹസനി ഉദ്ഘാടനം ചെയ്യും. സ്ഥാപനത്തിൽ നിന്ന് ഖുർആൻ പഠനം പൂർത്തിയാക്കിയ 50 വിദ്യാർത്ഥികൾക്ക് സന്നദ്ധാന കർമ്മവും നിർവഹിക്കും. ജാതിമത ഭേദമന്യേ ആളുകൾക്ക് അരി വിതരണവും ഈ ദിവസങ്ങളിൽ നടക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികളായ മുഹമ്മദ് ഇല്യാസ്, സുലൈമാൻ ഹാജി, സൈനുദ്ദീൻ ഫൈസൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചേർപ്പ CNN സ്കൂളിൽ വിദ്യാർത്ഥിനികൾക്കായി കായിക പരിശീലന പദ്ധതി ആരംഭിച്ചു. ന്യൂയോർക്ക് സ്റ്റോണി ബ്രൂക്ക് യൂണിവേഴ്സിറ്റി ശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ CV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ബാലഗോപാൽ അധ്യക്ഷനായിരുന്നു. പ്രധാന അധ്യാപിക K സുനിതാബായി, L സൂരജ്, ബിന്ദു അനീഷ് കുമാർ, പ്രവീൺ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി കാക്കശ്ശേരി ശ്രീ പാവാട്ടുകുളങ്ങര ക്ഷേത്രത്തിൽ വൈലി മഹോത്സവം ആവേശമായി. ക്ഷേത്രത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്ക് കേശവൻ നമ്പൂതിരി കാർമ്മികനായി. പൂരമെഴുന്നള്ളിപ്പിന് ശങ്കരൻകുളങ്ങര മണികണ്ഠൻ ഭഗവതിയുടെ തിടമ്പേറ്റി. അഗതിയൂർ സുനിലും സംഘവും മേളത്തിന് നേതൃത്വം നൽകി. മനപ്പടി ധനശ്രീ ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂത്താലം വരവ് സമന്വയ കലാസമിതിയുടെ നേതൃത്വത്തിൽ ശിങ്കാരിമേളം, മറ്റു കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാളിവരവ് എന്നിവ വാദ്യമേളങ്ങളുടെയും ഗജവീരന്റെയും അകമ്പടിയോടെ ക്ഷേത്രനടയിൽ എത്തിച്ചേർന്നു. ഏങ്ങണ്ടിയൂർ ഗ്രാമസേവാ സംഘം സ്പോർട്സ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ അവധിക്കാല ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് അംഗം രാജേഷ് ശേഖരൻ അധ്യക്ഷത വഹിച്ചു. TP വിജേഷ്, PK രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുപ്പിളിപ്പുഴ വറ്റി വരണ്ടതോടെ മറ്റത്തൂർ കാരിക്കടവ് ആദിവാസി കോളനിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. പുഴയിൽ കുഴിയുണ്ടാക്കി തെക്കിയെടുക്കുന്ന വെള്ളമാണ് ആദിവാസി കുടുംബങ്ങൾക്ക് ആശ്രയം. മറ്റത്തൂർ പോത്തൻചിറയിൽ കാട്ടാനകൾ ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു. സോളാർ വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടും പ്രശ്നപരിഹാരമായില്ലെന്ന് ആക്ഷേപം. തൃപ്രയാർ തേവരുടെ എഴുന്നള്ളത്താനയായി ദേവസ്വം ബാലരാമൻ ചരിഞ്ഞു. വിട പറഞ്ഞത് തേവരുടെയും ഭക്തരുടെയും പ്രിയപ്പെട്ട ആന. കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് വ്യാപാര സ്ഥാപനം കത്തിനശിച്ച സംഭവത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം. അപകടാവസ്ഥയിലുള്ള പഴയ കെട്ടിടങ്ങൾ പരിശോധന നടത്തി നടപടി സ്വീകരിക്കാൻ മന്ത്രി AC മൊയ്തീന്റെ നിർദ്ദേശം. പലേകര ടോൾ പ്ലാസയിലെ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട് നടത്തിവന്ന ബസ് സമരം പിൻവലിച്ചു. ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. ബദൽ നയത്തോടുകൂടിയുള്ള സെക്യുലർ സർക്കാർ രാജ്യത്ത് അധികാരത്തിൽ വരുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJP അധികാരത്തിൽ നിന്ന് ഒഴിവാക്കാൻ കോൺഗ്രസ് പര്യാപ്തമല്ലെന്നും മുഖ്യമന്ത്രി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.